വന്യമൃഗശല്യത്തിനെതിരെ കോതമംഗലം DFO ഓഫീസിലേക്ക് വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ്. ആനസമരം എന്ന പേരിലാണ് സെപ്റ്റംബർ 23-ന് പ്രതിഷേധം സംഘടിപ്പിക്കുക. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആനയുടെ രൂപം കെട്ടിവലിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ മാർച്ച് നടത്തുക. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആനയുടെ രൂപം കെട്ടിവലിച്ചുകൊണ്ടാവും കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തുക എന്ന് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വന്യമൃഗം ശല്യം രൂക്ഷമാകുമ്പോൾ ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകാത്ത MLAയ്ക്കും LDF സർക്കാരിനും എതിരെയാണ് സമരം. നിയോജക മണ്ഡലത്തിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനോ ട്രെഞ്ച് കുഴിക്കുന്നതിനോ അധികാരികൾ തയ്യാറാകുന്നില്ല. ദിവസേന ആനയിറങ്ങുന്ന ഭയാനക സാഹചര്യം ഉണ്ടായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സർക്കാർ അനാസ്ഥ ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 8 വർഷത്തിനിടെ ആക്രമണങ്ങൾക്ക് ഇരയായി മരണം സംഭവിച്ചവർക്കും പരിക്കേറ്റവർക്കും കൃഷി നശിച്ചവർക്കും വളർത്തുമൃഗങ്ങൾ നഷ്ടമായവർക്കും മതിയായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നേരിമംഗലം കാഞ്ഞിരിവേലിയിൽ ഇന്ദിര എന്ന വീട്ടമ്മ മരണപ്പെട്ടപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. RRD ടീമിനെ അനുവദിച്ച് കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രദേശവാസികൾക്ക് സംരക്ഷണം നൽകാമെന്നും ശാസ്ത്രീയ പഠനം നടത്തി വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ, ബാബു എലിയസ് എന്നിവർ ആവശ്യപ്പെട്ടു. നവകേരള സദസ്സ് കോതമംഗലത്ത് സംഘടിപ്പിച്ചപ്പോൾ 3800ഓളം പരാതികൾ ലഭിച്ചതിൽ കൂടുതൽ പരാതികളും വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്നും ഇതിൽ ഒരെണ്ണത്തിന് പോലും നാളിതുവരെ ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സർക്കാരിനും MLAയ്ക്കും കഴിയാത്തത് പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ മാത്രം മുൻനിർത്തി അതല്ലെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് എന്ന നിലയിലാണ് പലപ്പോഴും നമ്മുടെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ സമരത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ഇതിനകത്ത് പ്രധാന പങ്ക് വഹിക്കേണ്ട ആളുകൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടല്ലാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇതൊരു രാഷ്ട്രീയ ഇടപെടൽ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായൊരു ഇടപെടലാണ് ഇവിടെ ആവശ്യം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന് പറയുമ്പോൾ അതിന് കോതമംഗലത്ത് ഇപ്പോൾ മുഖ്യ പങ്ക് വഹിക്കേണ്ട മുൻകൈ എടുക്കേണ്ടയാൾ കോതമംഗലം MLA തന്നെയാണ്. 8 വർഷം പിന്നിട്ട MLAയുടെ നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ ഇത് ആക്രമണം ഉണ്ടാകുന്ന സമയങ്ങളിൽ അവിടെയൊക്കെ ചെന്ന് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും 6ഉം 7ഉം വാരിയല് പൊട്ടി ശ്വാസകോശത്തിലേക്ക് വാരിയല് തുളഞ്ഞു കയറുന്ന ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് 10,000 15,000 രൂപയോ നഷ്ടപരിഹാരം അവിടെ വച്ച് ഈ MLAയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാക്ഷ്യപ്പെടുത്തി പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.